നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഇത് കീറ്റോ ഡയറ്റ് സ്പെഷ്യലായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. നമ്മുടെ സാധാരണ സാൻഡ്വിച്ച് പോലെയല്ല, മുട്ടയും ബട്ടറും ഒക്കെ ചേർത്ത, ചീസ് ചേർത്ത ഒരു കീറ്റോ ഡയറ്റ് സ്പെഷ്യൽ സാൻഡ്വിച്ച്. ആദ്യം നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. 1 സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബട്ടറൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കീറ്റോ ഡയറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ, ബ്രോക്കോളി ചേർക്കാം, അതുപോലെ കോളിഫ്ലവറും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഇത് 3 ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഈ ബട്ടറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം നമ്മൾ മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ്. അതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മറ്റു മസാലയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീര ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റാം കേട്ടോ, അതും നല്ലതാണ്. അപ്പോൾ ഇലക്കറികൾ കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കണം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഫോർക്കോ മറ്റോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. ഇനി ഇതൊരു മീഡിയം രീതിയിൽ തീയിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വേവിക്കാം. നമ്മൾ ഈ മുട്ട തിരിച്ചിടുന്നില്ല. ഈ ഒരു വശം മാത്രമേ ഇത് നമ്മളൊന്ന് ആ ബട്ടറിൽ കിടന്നൊന്ന് മൂത്ത് വന്നാൽ മതി. പിന്നെ അത് ആവിയിലാണ് വേവേണ്ടത്. അതുകൊണ്ടൊന്ന് അടച്ച് വേവിക്കാം. മുട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ആ താഴ്വശം നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മുകൾ വശം ആവിയിലിരുന്നിട്ടാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ പാതിയിടത്തിൽ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരുന്ന പച്ചക്കറി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇതേപോലെ തക്കാളിയുടെ 2 സ്ലൈസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതിലേക്ക് വെച്ചാൽ മതി. ഇതുപോലെ ചീസും വെച്ച് കൊടുക്കാം. ചീസൊക്കെ എത്ര എടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചീസ് ഒരുപാട് കഴിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഒരു 2 പീസ് കൂടി ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം. ഒരുപാട് നേരം ഇടണ്ട, ചെറിയ തീയിൽ ഒരല്പ സമയം കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കീറ്റോ സ്പെഷ്യൽ എഗ് സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ബ്രെഡും മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് കീറ്റോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.